സമ്പത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ ഒരു ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതികണിശമായി വിലക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ദുർഗുണമാണ്, അഥവാ അത് പിശുക്കാണ്. ഒരു ഭാഗത്ത് പിശുക്കാണ്, മറുഭാഗത്ത് ദൂർത്താണ്. ഈ രണ്ടും സമൂഹത്തിലുള്ളതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല, അദ്ദേഹം മഹാപിശുക്കനാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ധാരാളമായി സമ്പത്തുണ്ടെങ്കിൽ പോലും പിശുക്കി നടക്കുന്ന ആളുകൾ, സ്വന്തത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട് എടുക്കാത്തവർ, സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ചെലവ് നോക്കാത്ത ആളുകൾ. ബാപ്പയും ഉമ്മയും വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, കാരണം എന്താ? ചെലവാണ്. കുടുംബക്കാർ വരുന്നത് ഇഷ്ടമല്ല, കാരണം എന്താ? ചെലവാണ്. അങ്ങനെ ആവശ്യത്തിനും ഇല്ലാത്തതിനുമൊക്കെ പിശുക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. വിശുദ്ധ ഖുർആൻ ഈ ദുർഗുണത്തിനെ കുറിച്ച് 3-ാം അധ്യായത്തിലെ 180-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ നിശ്ചയമായും അവർ വിചാരിക്കണ്ട, ഞാൻ പിശുക്കി പിടിച്ചാൽ കൊടുക്കാതെ, പണമിറക്കാതെ, സമ്പത്ത് നൽകാതെ അത് പിശുക്കി വെച്ച് കഴിഞ്ഞാൽ ഗുണകരമാണ് എന്ന് അവർ വിചാരിക്കേണ്ടതില്ല, എന്നാൽ അത് അവർക്ക് ദോഷകരമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു തൗബയിലെ 34-35 വചനങ്ങൾ സൂചിപ്പിക്കുന്നത്, അള്ളാഹ് സമ്പത്ത് നൽകിയിട്ട് ആ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടും അല്ലാത്ത നിർബന്ധ കടമകളാവട്ടെ, അല്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിനോടുള്ള, കുടുംബത്തിനോടുള്ള കടമകളാവട്ടെ, ആ കടമകൾ നിർവഹിക്കാതെ പിശുക്കി പിടിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ച് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്തിനെ ഒരു സർപ്പമാക്കി മാറ്റി അവരുടെ കഴുത്തിലേക്ക് അണിയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിശുക്കി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അത് മനോഹരമായി സൂചിപ്പിക്കുന്നുണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക് വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്. നിങ്ങൾ നിങ്ങളുടെ ഇരു കരങ്ങളും പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് എന്ന് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ ഉപമ സൂചിപ്പിക്കുന്നത്. രണ്ട് കൈകളും പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ, അത് അവനാൻ്റെതാകട്ടെ കുടുംബത്തിൻ്റെതാകട്ടെ, ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ പിശുക്കി പിടിക്കരുത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തെ ഭാഗം പറയുന്നത്, എന്നാൽ നിങ്ങൾ അത് വിശാലമായി ഇരു കൈകളും നീട്ടിയിടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിനർത്ഥം ഒരു ലാവിഷായിട്ടുള്ള മെന്റാലിറ്റി, ഒരു ലാവിഷായിട്ടുള്ള സ്വഭാവം അതും ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്.